ഹായ് ഓൾ, വെൽക്കം ടു ഗോ ലേണേഴ്സ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പാർട്ട് എ പാർട്ട് ബി ആയിട്ട് രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനും പാർട്ട് ബിയിൽ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 14 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതും അവിടെ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ഓരോ പേപ്പർ വൈസ്, അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൊഡ്യൂൾ 1ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മൊഡ്യൂൾ 1ൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊന്ന് നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താ, നമ്മൾ അൽഗോരിതം, സിസ്റ്റം ലൈഫ് സൈക്കിൾ എന്താ, പെർഫോമൻസ് അനാലിസിസ് എന്താ, സ്പേസ് കോംപ്ലക്സിറ്റി എന്താ, ടൈം കോംപ്ലക്സിറ്റി എന്താ, ഫ്രീക്വൻസി കൗണ്ട് വെച്ചിട്ട് എങ്ങനെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കും എന്നുള്ള പ്രോബ്ലംസ് ഒരുപാട് ചെയ്തു. അങ്ങനെ അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. ഓക്കെ, അപ്പം നമ്മളിത് ബേസിക്കലി എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാര്യങ്ങൾ പറയും, കാരണം നമ്മൾ ഓൾറെഡി എടുത്തതാണല്ലോ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. പ്രോബ്ലംസ് വരുമ്പോൾ അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകും. ഓക്കെ, അങ്ങനത്തെ ഒരു സെക്ഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു കേസിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 2023, അതായത് ഇപ്പോൾ 2023 കഴിഞ്ഞ വർഷം നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ പാർട്ട് ബി സെക്ഷൻസ് ആണ്. ഓക്കെ, പാർട്ട് എയിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ബെസ്റ്റ് കേസ്, വേർസ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസ് ഓഫ് ലീനിയർ സെർച്ച് അൽഗോരിതം. ലീനിയർ സെർച്ച് അൽഗോരിതത്തിന്റെ കേസിൽ ബെസ്റ്റ് കേസ്, വേർസ്റ്റ് കേസ്, ആവറേജ് കേസ് എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഓരോന്ന് എടുത്തിട്ട് അറിയാലോ എന്താ, നമ്മൾ 1 by 1 ആയിട്ട് ഓരോ എലമെന്റ്സിനെ സെർച്ച് ചെയ്ത് പോവാണ്. നമുക്ക് വേണ്ട എലമെന്റ് അതിലുണ്ടോ, ഇപ്പോൾ 2, 1, 5, 6. നിങ്ങൾക്ക് 6 ആണ് കാണേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 1 by 1 ആയിട്ട് സെർച്ച് ചെയ്ത് പോകും. അപ്പോൾ അതിന്റെ ഒരു ബേസിസിൽ ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, വേർസ്റ്റ് കേസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ പോകുന്ന ടൈമിൽ നമുക്ക് നമ്മൾ വിചാരിച്ച എലമെന്റ് കിട്ടുകയാണെങ്കിൽ അത് ബെസ്റ്റ് കേസ് ആണ്. പിന്നെ നമ്മൾ ഇങ്ങനെ പോയി ഒരു സെന്ററിലൊക്കെ ആയിട്ടാണെങ്കിൽ അത് ആവറേജ് കേസ് ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റിക്ക് എല്ലാ എലമെന്റും നമ്മൾ കവർ ചെയ്തിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വേർസ്റ്റ് കേസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ലീനിയർ സെർച്ച് അൽഗോരിതത്തിന്റെ കേസിൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതായത് ഫ്രീക്വൻസി കൗണ്ട് ആണ്. ഫ്രീക്വൻസി കൗണ്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് x is equal to x plus 1. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫ്രീക്വൻസി കൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ എങ്ങനെ ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കുക? ഇതിന്റെ കൗണ്ട് എത്രയായിരിക്കും? നിങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യുക, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എഴുതണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, വേർസ്റ്റ് കേസിനെല്ലാം ഓരോ മാർക്ക് വെച്ച് 3 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാം. അടുത്തൊരു കേസിൽ നമുക്ക് പറയേണ്ടത് നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് ആണ്. ഫ്രീക്വൻസി കൗണ്ടിന്റെ ഡെഫിനേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ അത് നമ്മൾ ആ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്ക് 3 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആ ഒരു സെക്ഷൻ നോക്കാം. ഫ്രീക്വൻസി കൗണ്ട് എന്ന് വെച്ചാൽ എന്താ, സ്റ്റേറ്റ്മെന്റിന്റെ നമ്പർ ഓഫ് ടൈംസ് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും എത്ര സമയം റൺ ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഫ്രീക്വൻസി കൗണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ലൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ടൈംസ് നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള എന്താ, ഫോർ i equal to 0, i less than n, i plus plus എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. പിന്നെ i പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ n-1 വരെയുള്ള ടേംസിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ എത്ര എലമെന്റ്സ് ഉണ്ടോ അത് ഫുൾ ഇവിടെ കവർ ആവും. അപ്പോൾ അതിനെ നമ്മൾ അതിന്റെ ഫ്രീക്വൻസി കൗണ്ട് നമ്മൾ n ആയിട്ട് എടുക്കും. പിന്നെ നമ്മൾ ജെന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് j equal to 1, j less than n, j star equal to 2. അതായത് ഇത് ഓരോ സമയം ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2 ആ രീതിയിലാണ് j star equal to 2 എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ 3 കൊടുക്കുകയാണെങ്കിൽ 3 അപ്പൊ ഈ 2 എന്നുള്ള ടേമിലാണ് ഇവിടെ j എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 2 എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ n ആയിരിക്കണം. മനസ്സിലായോ? അതായത് നമുക്കിവിടെ ഇപ്പോൾ ഓരോ എലമെന്റ് 1 by എലമെന്റ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വാല്യൂ എന്ന് പറയും, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമുക്കിവിടെ n നമ്പർ ഓഫ് ടേംസ് ഉണ്ടല്ലോ. അപ്പൊ ആ n നമ്പർ ഓഫ് ടേംസിനേക്കാളും ചെറിയ വാല്യൂസ് മാത്രമേ 2 അതായത് ഇവിടെ നമ്മൾ 1, 2, 3
n വരെ നമ്മൾ എത്ര വരെയാണോ പോകാൻ പറ്റുക അത്ര വരെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എന്നിൻ്റെ നമ്മുടെ ഇൻപുട്ടിൽ എത്ര വാല്യൂ ആണ് എന്നിൻ്റെ കൊടുത്തിട്ടുള്ളത് അത്രയും മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് വരാൻ പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ നമ്മളിവിടെ ലോഗ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഈ 2നെ നമ്മൾ അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യും. അപ്പോൾ ലോഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ k ആവും, k = log2n എന്നുള്ളതായിരിക്കും ഇവിടെ വരുന്ന എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫ്രീക്വൻസി കൗണ്ടും ആ ഒരു ഫ്രീക്വൻസി കൗണ്ടും കൂടെ ഇൻഡു ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, n log2n എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഫ്രീക്വൻസി കൗണ്ട് എന്താണെന്ന് എഴുതുക. എന്നിട്ട് ഈ ഒരു കോഡ് 3 സ്റ്റെപ്പ് ഉള്ളൂ, ഇതിൽ 4ൻ്റെ ഈ 2 സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അത് എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതാണ് പാർട്ട് എ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പാർട്ട് ബി നോക്കാം. പാർട്ട് ബി നോക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ എനി 3 asymptotic notation used to express the complexity of algorithm with help of suitable examples. അതായത് നമുക്കറിയാലോ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബിഗ് ഒ നൊട്ടേഷൻ, അതുപോലെ തന്നെ ഒമേഗ നൊട്ടേഷൻ, തീറ്റ നൊട്ടേഷൻ, അതിൻ്റെ ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ നൊട്ടേഷൻ, അതിൻ്റെ കുറച്ച് പോയിന്റ്സും അതുപോലെ തന്നെ ആ ഗ്രാഫും പിന്നെ അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ, ഇത്ര സിമ്പിൾ എക്സാമ്പിൾസ് നമുക്കുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 9 വരിക. ഓക്കെ, ഇത് നമ്മൾ 11ൽ 2 പാർട്ടായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യന് 9 മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ നൊട്ടേഷനും നമുക്കുള്ളത് ബിഗ് ഒമേഗ തീറ്റ 3 asymptotic നൊട്ടേഷൻ. അപ്പോൾ ഓരോ നൊട്ടേഷനും 3 മാർക്ക് വെച്ചെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 9 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ഡിറൈവ് ബിഗ് ഒ നൊട്ടേഷൻ ഫോർ ദ ഫംഗ്ഷൻ f(n) = n³ + 2n² + 5 എന്നുള്ളതാണ്. ഇത് നമുക്ക് സിമ്പിളാണ്. നമ്മളിവിടെ എങ്ങനെയാണ് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് കൊടുക്കണ്ടേന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിഗ് ഓഫ് n³ ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഏറ്റവും വലിയ ഈ ഒരു ഡിഗ്രി ഉള്ളത് ഏതാണോ അതായിരിക്കും നമ്മൾ എടുക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ പറയുക കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. പിന്നെ ഈ 2n² എന്ന് പറയുന്ന വാല്യൂ അതിൻ്റെ അടുത്ത് വരുന്ന, പിന്നെ നമ്മുടെ വേരിയബിൾസ് ഈ n വരുന്നത് ഈ 2 ആണ്, ഇതിൽ വലിയ ടേം ഇതാണ്, അതുകൊണ്ട് നമ്മൾ n³ ആണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ഒന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ സിമ്പിളായിട്ട് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമ്മളിവിടെ ഫംഗ്ഷന് പറയുന്ന കേസിൽ ഓഫ് n³ ആണ് നമുക്കിതിൻ്റെ എന്താ പറയുക ബിഗ് ഒ നൊട്ടേഷൻ കിട്ടുക. ഏറ്റവും വലിയ ഡിഗ്രി ഉള്ളത് ഏതാണോ അതാണ് നമ്മൾ എടുക്കുക. അത് നമ്മൾ ഒരുപാട് പ്രോബ്ലംസിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതാം. പിന്നെ അടുത്തൊരു ഇത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗമാണ് എഴുതേണ്ടത്. ഇപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും മൊഡ്യൂൾ 1 അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്നത് ഏതാണോ അത് ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാം. ഓക്കെ, അടുത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൽഗോരിതം ടു ഫൈൻഡ് സം ഓഫ് n നമ്പേഴ്സ് ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് ടൈം കോംപ്ലക്സിറ്റി എന്നുള്ളതാണ്. അതായത് n നമ്പേഴ്സ് നമുക്ക് ഒരു അറേയിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കേസ് നിങ്ങൾ എടുക്കുക. അതൊരു n നമ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു അൽഗോരിതം നിങ്ങൾ എഴുതിയാലും മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ ഇതിനൊക്കെ വാല്യൂ 1 ആയിരിക്കാം. പിന്നെ ഇൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫ്രീക്വൻസി കൗണ്ട് 1. പിന്നെ നമ്മൾ ഈ ഒരു കേസിലാണ് നമുക്ക് വരുന്നത് ഇത് 0 മുതൽ n-1 വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത് n ആണ്. പിന്നെ ഇതിൻ്റെ 1 ആണ്, പിന്നെ 1. ഓക്കെ, അപ്പം നമുക്ക് ബേസിക്കലി ഇവിടെ n മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിഗ് ഓഫ് n ആണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുക, ഇതുപോലെ കണ്ടുപിടിക്കുക, നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇതിന് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു 2 പ്രോബ്ലം വരുമ്പോൾ. പിന്നെ എക്സ്പ്ലെയിൻ വേരിയസ് ഫേസസ് ഇൻ സിസ്റ്റം ലൈഫ് സൈക്കിൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള ഫേസുകൾ നിങ്ങൾക്കറിയാം, അനാലിസിസ് എന്താ, ഡിസൈൻ എന്താ, ഇംപ്ലിമെൻറ്റേഷൻ എന്താ, പ്ലാനിങ് എന്താ, മെയിൻ്റനൻസ് എന്താ, പിന്നെ അതിൽ വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലെ ഓരോ പോയിന്റ്സും നിങ്ങൾ എടുത്ത് എഴുതി ഡിസ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് നിങ്ങൾക്ക് ഒരു 7 മാർക്ക് വരുന്നുണ്ട്. ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്നതിന് നമുക്ക് 4 മാർക്കും നമ്മൾ ഈ ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിച്ച് ടൈം കോംപ്ലക്സിറ്റി എഴുതുന്നതിന് 3 മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ 7 മാർക്കാണ്. അപ്പോൾ 2 7 മാർക്കാണ് ഈ 12 സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന
തന്നെ ഈ ലൈഫ് സൈക്കിളും അതുപോലെ തന്നെ ഈ അൽഗോരിതവും ടൈം കോംപ്ലക്സിറ്റി ഫ്രീക്വൻസി കൗണ്ട് കാണാനുള്ളതാണ് ബേസിക്കലി ഇതിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഡെപ്തിൽ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. അടുത്ത പേപ്പറാണ് ഇത്, അതായത് 2022 KTUവിൻ്റെ ഡാറ്റ സ്ട്രക്ചർ പേപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് പാർട്ട് എയിൽ വരുന്നത് 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ലീനിയർ സെർച്ച് അൽഗോരിതം യൂസിങ് ഫ്രീക്വൻസി കൗണ്ട്. ഫ്രീക്വൻസി കൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, ലീനിയർ സെർച്ച് അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രോഗ്രാം ഇങ്ങനെയാണ്. നമ്മൾ ലീനിയർ സെർച്ചിൽ ഒരു അറേ കൊടുത്തു, ഇൻഡ് എന്നും എക്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പോയിന്റ് ചെയ്ത് നമുക്ക് ഏതാണോ എലമെന്റ് വേണ്ടത് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 4 ഇൻഡ് ഈക്വൽ ടു ഐ ലെസ് ദാൻ n i പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. ഇവിടെ എന്തായാലും നമുക്ക് 1 ആയിരിക്കും വരിക. ഈ ഒരു കേസിൽ നമുക്ക് n വരും, കാരണം 0 to n-1 ആണ് നമുക്ക് വരുന്നത്. n-1 വരാനുള്ള കാരണം അറിയാലോ, നമ്മൾ 0th ഇൻഡെക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. എന്നിട്ട് നമ്മൾ അറേന്റെ i, അതായത് 0th ഇൻഡെക്സ് മുതൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് വരും. എന്നിട്ട് നമ്മൾ അറേ x ആണെങ്കിൽ നമുക്ക് വേണ്ടതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും. ഇങ്ങനെയാണ് ബേസിക് നമ്മുടെ ഒരു ടൈം കോംപ്ലക്സിറ്റിന്റെ അൽഗോരിതം വരുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി കൗണ്ട് കാണാൻ നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കും. നമ്മൾ ഇൻഡ് i ഈക്വൽ ടു 1 കൊടുക്കും. പിന്നെ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഈ i ഗ്രേറ്റർ ദാൻ n+1 എന്നുള്ള ടേമിൽ കൊടുക്കും. പിന്നെ i പ്ലസ് പ്ലസിന് നമ്മൾ n എടുക്കും. പിന്നെ അറേ നമ്മൾ ഓരോ ഇൻഡെക്സ് 1 by 1 ആയിട്ട് പോകുന്ന ഈ ഒരു കേസ് എടുത്താൽ മതി, അവിടെ നമ്മൾ n കൊടുക്കും. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഫ്രീക്വൻസികളാണ്, കൗണ്ട് ഫ്രീക്വൻസീസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 3n പ്ലസ് നമ്മൾ ഈ ഒരു n പുറത്തേക്ക് എടുത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് 3n+2 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ കിട്ടും. അപ്പൊ ഇത് കിട്ടുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ n ആയിരിക്കും നമ്മുടെ ബിഗ് O. അപ്പൊ ഈ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ഫോർ ലൂപ്പ് വരുന്ന സമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. നിങ്ങൾ അൽഗോരിതം എഴുതുക, ജസ്റ്റ് ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിച്ച ഓരോന്നിന്റെയും നേരെ എഴുതി അത് എൻഷുർ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഇത് ശരിക്കും നമ്മളത് കാണിക്കാൻ വേണ്ടി കാണിച്ചു എന്നുള്ളൂ. അപ്പൊ ബേസിക്കലി ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ, ഈ ഒരു n ബേസിക്കലി ഇല്ല. അപ്പൊ നിങ്ങൾക്ക് 3n+2 എന്ന് കിട്ടും. അതിൽ നമുക്കറിയാം ബിഗ് ഓഫ് n എന്നുള്ള ടേമിലാണ്. അപ്പൊ ഈ ഒരു ടേം കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു സബായിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് സ്പേസ് കോംപ്ലക്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. സ്പേസ് കോംപ്ലക്സിറ്റി എന്താ, നമ്മൾ സ്പേസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് അറിയാം. അതിൽ നമുക്ക് ഫിക്സഡ് സ്പേസ് ഉണ്ട്, വേരിയബിൾ സ്പേസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അതിൽ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ സ്പേസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു സെന്റൻസിൽ പറയണം, അപ്പോഴേ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ ഡാറ്റ സ്പേസ്, എൻവയോൺമെന്റൽ സ്റ്റാക്ക് എന്ന് പറയുന്ന കുറച്ച് കൺസെപ്റ്റുകളെല്ലാം ഉണ്ട്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ നിങ്ങൾ ഇതിൽ കൊടുക്കണം സ്പേസ് കോംപ്ലക്സിറ്റിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പാർട്ട് എയിൽ വരുന്നത്. ഇനി നമുക്ക് പാർട്ട് ബി നോക്കാം. പാർട്ട് ബി നോക്കുന്ന സമയത്ത് നമുക്കിവിടെ 2 സെക്ഷൻ ആണ്. ഫസ്റ്റ് നമുക്ക് അസിംപ്റ്റോട്ടിക് അനോട്ടേഷൻ യൂസ്ഡ് ഇൻ അനാലിസിസ് ഓഫ് അൽഗോരിതം. അത് നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ബിഗ് O, തീറ്റ, അതുപോലെ തന്നെ ഒമേഗ, ഇത് 3ഉം ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതാണ് ബേസിക്കലി അവിടെ വരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ നമ്മൾ നേരത്തെ ചെയ്ത കോഡല്ല, ഇത് വേറെ കോഡാണ്. ഇതിന്റെ ഫ്രീക്വൻസി കൗണ്ട് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു കേസിൽ 0th ഇൻഡെക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത് n ആയിരിക്കും അല്ലെ. n ഇൻക്രിമെന്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത ടേമും കൂടെ എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ n+1 എന്ന് കൊടുക്കാം. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ലൂപ്പിലാണ് ഈ ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? ലൂപ്പിലുള്ള ടേം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ഇവിടെ n × n+1 എന്നുള്ളത് കൊടുക്കും. ഓക്കെ, പിന്നെ ഈ ഒരു ടേം നമ്മൾ എങ്ങനെ ഇതിന്റെ കൗണ്ട് എടുക്കുക? ഇത് നമുക്കറിയാം x = x+1 ആണ്. അപ്പൊ ഈ x എന്ന് പറയുമ്പോൾ n ആണ്, n × n തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത് n × n ആണ്. അതിനൊരു എക്സ്പ്ലനേഷൻ ഇതുപോലെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അതായത് n ഇവിടെ n+1+1, അതായത് n+1 n × n+1 എന്നുള്ള രീതിക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് n × n. അപ്പോൾ നിങ്ങൾ പിന്നെ നമുക്ക് ഈ ഒരു x = x+n നമുക്ക് n × n എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്കിത് എങ്ങനെ കിട്ടും? n+1 = n² n+1 +
എൻ സ്ക്വയർ പ്ലസ് എൻ പ്ലസ് എൻ സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2n സ്ക്വയർ പ്ലസ് 2n ഉണ്ട്, 2n പ്ലസ് 1 എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ആ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എടുക്കുമ്പോൾ n ഇൻറ്റു n എന്നുള്ള രീതിക്ക് കിട്ടും. കാരണം നമ്മൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഒരു ഇൻഡെക്സ് ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ഫുൾ കണ്ടുപിടിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്തതിൽ പോയിട്ട് നമ്മൾ അതിന്റെ ഇത് എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ ബേസിസിലാണ് ഇത് തുടങ്ങുക. അപ്പൊ നമുക്ക് n ഇൻറ്റു n എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ കൗണ്ട് എന്ന് പറയുന്നത് n ഇൻറ്റു n. പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ 12 വരുന്നത് നമുക്കറിയാം സിസ്റ്റം ലൈഫ് സൈക്കിൾ. അത് നമുക്കറിയാം, നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. പിന്നെ അതിൽ അടുത്ത് വരുന്നത് ടൈം കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം ആണ്. അപ്പൊ ടൈം കോംപ്ലക്സിറ്റി പറയുന്ന കേസിൽ നിങ്ങൾക്കറിയാം ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത്. ബേസിക്കലി നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ടൈം എങ്ങനെ അനലൈസ് ചെയ്യുന്നത്, അതിന്റെ പെർഫോമൻസ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ബേസിക്കലി ഷോർട്ട് ആയിട്ട് കുറച്ച് എഴുതാം. പിന്നെ അതിന്റെ ഡെറിവേഷൻ എൻ സ്ക്വയർ പ്ലസ് 3n പ്ലസ് 2 ഡെറിവേഷൻ നമുക്കറിയാം ബിഗ് ഓഫ് എൻ സ്ക്വയർ ആണ് എന്നുള്ളത്. അപ്പൊ അത് എഴുതുക. അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ കോൺസ്റ്റന്റ് ടേം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ബി സിമ്പിൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വരുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് പാർട്ട് ബിയിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അടുത്തത് നമ്മുടെ KTU ഡാറ്റ സ്ട്രക്ചർ ഡിസംബർ 2021 ആണ്. ഇതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് പാർട്ട് എയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ക്രൈറ്റീരിയ ദാറ്റ് അൽഗോരിതം ഷുഡ് സാറ്റിസ്ഫൈ. ഒരു അൽഗോരിതം നല്ലതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഡെഫൈറ്റ്നെസ്, ഫൈനൈറ്റ്നെസ്, എഫക്റ്റീവ്നെസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച് അൽഗോരിതം ഇസ് ബിഗ് O log n ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. അത് എന്തുകൊണ്ടാണ് ബിഗ് O log n എന്ന് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ബൈനറി സെർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മിഡിൽ ടേം കണ്ടുപിടിക്കും, സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലെവലിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 3 കാരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതേണ്ടതും അതൊക്കെ തന്നെയാണ്. ഓക്കെ, അതായത് നമുക്ക് ടൈം വളരെ കൂടുതൽ എടുക്കില്ല. കാരണം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് റൺ ടൈം കുറവായിരിക്കും. പിന്നെ നമുക്ക് അടുത്തത് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാ, പിന്നെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ആണ്, പകുതി വരെ നമുക്ക് സെർച്ച് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ log 2n എടുക്കുന്നത്. അപ്പൊ ലോഗ് വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിഗ് O എന്നുള്ള ടേം കിട്ടും. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ്, അതായത് നമ്മളെ സ്പേസ് കുറവാണ് യൂസ് ചെയ്യുന്നത്, ടൈം കുറവാണ്. പിന്നെ നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് അപ്പർ ബൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കൊണ്ടാണ് നമുക്കിവിടെ ബൈനറി സെർച്ചിന്റെ അൽഗോരിതം കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പാർട്ട് ബിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് നോക്കാനുള്ളത്? പാർട്ട് ബിയിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ ആൻ അറേ ആൻഡ് കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി കൗണ്ട് ഓഫ് ദ അൽഗോരിതം. എന്നിട്ട് നമ്മൾ അതിന്റെ ഫ്രീക്വൻസി കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മൾ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ഓരോ എലമെന്റ് അറേയിൽ എത്ര പ്രാവശ്യം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അൽഗോരിതം നമ്മൾ എഴുതുക, അതിന്റെ ഫ്രീക്വൻസി കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു അൽഗോരിതം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു അൽഗോരിതം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മളിവിടെ സൈസ് n, നമുക്കൊരു n സൈസ് ഉള്ള ഒരു അറയാണ് ഉള്ളത് അല്ലെ. അപ്പോൾ അതിലെ എല്ലാ എലമെന്റും നമ്മളിപ്പോ ഫോൾസ് ആണ്, കാരണം നമ്മൾ ഒന്നും ഇപ്പൊ ചെക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ അതിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡെക്സ് 0 മുതൽ n-1 വരെ എടുത്തു. അപ്പൊ നമ്മൾ എന്ത് പറയുന്നത്, കൗണ്ടഡ് 1:2. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഡെക്സ് ട്രൂ ആണെങ്കിൽ നമ്മൾ അടുത്ത ഇറ്ററേഷനിലേക്ക് പോകും. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ n ആണ് നമ്മൾ നമ്പർ ഓഫ് ടേംസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കൗണ്ട് എന്ന് പറയുമ്പോൾ n എടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു കേസിൽ എന്താ, നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഇതൊരു അറയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ എലമെന്റ്സും അറയിൽ എത്ര പ്രാവശ്യം ഉണ്ട് എന്നുള്ളതാണ് കൗണ്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു എലമെന്റ് എടുത്തു, മനസ്സിലായോ? അപ്പൊ അതിൽ നമ്മൾ ഓരോ എലമെന്റും ഇതുപോലെ എടുക്കും. അപ്പൊ ആ ഒരു ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു എലമെന്റിനെ എടുക്കുന്നതാണ് ഈ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പൊ അത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇറ്ററേഷൻ അതിന്റെ ഉള്ളിലേക്ക് പോകും. അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ, ഇനീഷ്യലൈസ് കൗണ്ട് ടു 0. നമ്മളിപ്പോ ഇവിടെ ഫസ്റ്റത്തെ എലമെന്റ് എടുത്തു, അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ 0 ഇൻഡെക്സിലേക്ക് തന്നെ വരും. കാരണം ആ ഒരു എലമെന്റ് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കണല്ലോ. എന്നിട്ട് നമ്മൾ ജെനെ കൊടുക്കും. എന്നിട്ട് നമ്മൾ 0 to n-1 ജെനെ വെച്ചിട്ട് നമ്മൾ ഓരോന്നിലും
നമ്മൾ ഈ എലമെന്റ് വരുന്നത് എത്ര പ്രാവശ്യമാണ് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യും. അതായത് നമ്മൾ ഓരോന്നും ഇങ്ങനെ 1 by 1 ആയിട്ട് പോകും. എന്നിട്ട് അത് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ ട്രൂ എന്ന് കൊടുക്കും. അപ്പൊ ആ ഒരു ഇൻക്രിമെന്റേഷൻ ആണ് ഈ ജെന്റെ ഈ ഒരു ഇൻക്രിമെന്റേഷൻ കാണിക്കാനാണ് ഇവിടെ നമ്മൾ n കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. സിമ്പിൾ അൽഗോരിതം ആണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് ഇൻഡെക്സിൽ നിന്ന് തുടങ്ങും, ഓരോ ഇൻഡെക്സ് വെച്ചിട്ട് കണ്ടുപിടിക്കും, അത് കൊടുക്കും. പിന്നെ അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നും എവിടെയൊക്കെ വരുന്നുണ്ട് എത്ര പ്രാവശ്യം എന്നുള്ളത് വെച്ച് കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ n എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ടൈംസ് നമ്മൾ ഈ ലൂപ്പിന്റെ ഉള്ളിൽ ലൂപ്പ് സ്പെഷ്യലൈസ് ചെയ്ത് പിന്നെ ജെ എന്നുള്ളതിലേക്ക് പോയിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് 2 n ഉണ്ട്. അപ്പൊ n × n എന്നുള്ളത് n² നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച്, അത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ അതിന്റെ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കറിയാം സിമ്പിൾ ആയിട്ട് എഴുതാനുള്ളത്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമ്മൾ ബേസിക്കലി ഒരു സംഭവം ഉണ്ടാവും, അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് ജോയിൻ ചെയ്ത് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, ആ ബേസിക് കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പോർഷൻ എഴുതാം. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കേസിൽ നമ്മൾ ഈ ഒരു 2 സെക്ഷൻ ആയിട്ട് നമുക്ക് വരുമ്പോൾ ഈ ഒരു ടോപ്പ് ഡൗൺ ബോട്ടം അപ്പിന് നമുക്ക് എത്ര മാർക്കാണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കാണ്. അപ്പൊ നമ്മൾ അൽഗോരിതം എഴുതുക, അതിന്റെ ഫ്രീക്വൻസി കൗണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഓരോ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ടോപ്പ് ഡൗൺ ബോട്ടം അപ്പിന്റെ ജസ്റ്റ് കുറച്ച് ഡിഫറൻസ് എഴുതിയാൽ മതി. അത് 4 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസേർഷൻ സോർട്ടിന്റെ അൽഗോരിതം എഴുതുക, അതിന്റെ ഫ്രീക്വൻസി കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻസേർഷൻ സോർട്ട് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിഫിക്കേഷൻ ഇൻ ലൈഫ് സൈക്കിൾ, അതായത് നമുക്ക് വേരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് നമ്മുടെ സിസ്റ്റം ലൈഫ് സൈക്കിളിൽ. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് അത് എന്തിനാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് വേരിഫൈ ചെയ്യണം, അതായത് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ള ബേസിക് കൺസെപ്റ്റ് ആണ് അതിൽ വരുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ അതിനും 4 മാർക്കാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളിതൊരു ഇൻസേർഷൻ സോർട്ടിന്റെ അൽഗോരിതം പറഞ്ഞതാണ്. അപ്പൊ നമുക്കറിയാം ഇൻസേർഷൻ സോർട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, 1 by 1 ആയിട്ട് ഓരോ സൈഡ് നമ്മൾ മാറ്റി നമ്മളെ ബെസ്റ്റ് പോസിബിൾ പ്ലേസ് ഏതാണോ അവിടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ i = 1 കൊടുക്കുന്നത് 1 ആയിട്ട് എടുക്കും. പിന്നെ i <n എന്ന് പറയുമ്പോൾ നമ്മൾ n ടേംസ് എടുക്കും. പിന്നെ നമ്മൾ j = 1 കൊടുക്കുമ്പോൾ നമ്മൾ 1 ഓരോ ടേം ബൈ ടേം ആയിട്ടാണല്ലോ നമ്മൾ എടുക്കാതെ, അപ്പൊ ആ ഒരു ടേമിൽ എടുക്കും. പിന്നെ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താ, നമുക്ക് ഏത് അറിയാം, ഇപ്പൊ ഈ a(j) എന്ന് പറയുന്നത് എന്താ, നമുക്കിപ്പോ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാലോ. ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുമ്പോൾ 1, 2, 5 നമുക്ക് 4 ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നമ്മളിങ്ങനെ j എന്ന് പറയുന്നത് നമ്മൾ ഇതാക്കിയിട്ട് എടുത്ത് ഇത് എവിടെയാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്ന് നോക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. a(j) എന്നുള്ളത് <j - 1. അപ്പൊ നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഓരോന്നും നോക്കും. അപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ അടുത്തത് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ബെസ്റ്റ് പോസിബിൾ സെക്ഷൻ എവിടെയാണോ അവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ 1 എന്ന് കൊടുക്കും. പിന്നെ നമ്മൾ ഓരോ എലമെന്റിനും ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ എന്തെന്ന് പറയുന്നത് i = i+1 എടുക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ 2 n ആണുള്ളത്. അപ്പൊ n × n നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് n² എന്നുള്ളത് നമ്മുടെ കോംപ്ലക്സിറ്റി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ബേസിക്കലി നിങ്ങൾ അൽഗോരിതം എഴുതുക, ഓരോ സ്റ്റെപ്പ് പറയാ, എക്സ്പ്ലെയിൻ ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി നമ്മുടെ മൊഡ്യൂൾ 1 നമ്മുടെ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പൊ ബേസിക്കലി നിങ്ങൾ സിസ്റ്റം ലൈഫ് സൈക്കിൾ, അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ ഒക്കെ എന്തായാലും നോക്കുക, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് കോഡ് തരും, ഇല്ലെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ഇതേപോലെ ഇൻസേർഷൻ സോർട്ടോ ലീനിയർ സെർച്ചോ ബൈനറി സെർച്ചോ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളെ ചോദിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു അൽഗോരിതം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക, കൂടുതൽ ആഡ് ചെയ്തിട്ട് മീൻസ് നിങ്ങൾ ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കാനുള്ളത് ചെയ്യാം. ബേസിക്കലി അത് മാത്രമേ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളൂ. പിന്നെ നിങ്ങൾ ലൈഫ് സൈക്കിൾ എന്തായാലും സിമ്പിൾ ആണ്, നമുക്ക് ഒരുപാട് കേസിൽ നമുക്ക് കയ്യിൽ നിന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി കൺസെപ്റ്റ് ഒക്കെ എഴുതാം. പിന്നെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്തായാലും കമ്പൽസറി ആയിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.